ഏകതാ പരിഷത്ത്, സർവോദയ മണ്ഡലം, ഗാന്ധി വിചാരധാര എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ ചെറായിയിൽ നടത്തിയ അനുസ്മരണ സമ്മേളനവും കവിയരങ്ങും പരിപാടിയിൽ ഗാന്ധി വിചാരധാര പ്രസിഡന്റ് മാത്യൂസ് പുതുശ്ശേരി നടത്തിയ ആമുഖ പ്രഭാഷണം. ശ്രീ ജോയി നായരമ്പലം, അദ്ദേഹം നായരമ്പലം സ്വദേശിയാണ്. അദ്ദേഹം മരിച്ചിട്ട് 2 വർഷമായി. അദ്ദേഹം നോവലിസ്റ്റാണ്. അദ്ദേഹം കവിതകൾ എഴുതും. അതുമാത്രമല്ല, കഥകൾ എഴുതും. ആനുകാലികങ്ങളിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിനേക്കാളുപരി അദ്ദേഹം ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും ചട്ടുകമോ അംഗമോ ആയിരുന്നില്ല. തികച്ചും ഒരു ഗാന്ധിയൻ രീതിയിൽ ജീവിച്ച ദരിദ്രനായ ഒരു മനുഷ്യനാണ്. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ആശയം കൊണ്ട് വളരെ ഗരിമ ഉള്ള വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ സമ്പത്തിനോട് അകന്നു നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയുമാണ്. അപ്പൊ ആ മനുഷ്യനെ ഓർക്കേണ്ടത് ഇവിടുത്തെ വ്യവസ്ഥാപിത പ്രസ്ഥാനങ്ങളാണ്. പഞ്ചായത്തോ പ്രസ് ക്ലബോ പേരെടുത്ത് പറയുകയാണ്. അവർ ഈ അനുസ്മരണം നടത്തുന്നതിൽ താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ അത് ഗാന്ധി മാർഗ പ്രവർത്തകന്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലയിലാണ് ആ ചുമതല ഞങ്ങൾ ചെറിയ സംഘം ഏറ്റെടുക്കുന്നത്. ജോയി നായരമ്പലം ത്തിന്റെ കാര്യങ്ങള് വളരെ വേഗത്തിൽ പറയാവുന്ന ഒരു കാര്യം, 600ഓളം കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുത്ത, അല്ലെങ്കിൽ ദത്തെടുത്ത ഒരു മഹത് വ്യക്തി ഉണ്ടായിരുന്നു ഇവിടെ, സർവോദയം കുര്യൻ. ഈ സർവോദയം കുര്യന്റെ ജീവചരിത്രം എഴുതിയതാണ് ശ്രീ ജോയി നായരമ്പലം. അപ്പോൾ ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ നോവലുകളും കവിതകളും ലേഖനങ്ങളും പിന്നെ പഠിക്കുന്നവർക്ക് ബെറ്റർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ രീതിയിൽ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ സ്മരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. സാംസ്കാരിക വൈപ്പിന്റെയും സാംസ്കാരിക എറണാകുളത്തിന്റെയും ഒരു കടമയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരമൊരു സന്ദർഭത്തിൽ നിങ്ങളെ വിളിച്ച് വരുത്തുന്നത്, നിർബന്ധിക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കുക. മറ്റൊന്ന്, അമ്പലമേട് ഗോപി, അദ്ദേഹം മരണം വരെ ഗാന്ധി മാർഗ പ്രവർത്തനമായിട്ട് നിന്ന വ്യക്തിയാണ്. രാഷ്ട്രീയ കക്ഷികളിൽ ചേരാതെ അധികാരത്തിനോട് അകലം പാലിച്ചുകൊണ്ട് തികച്ചും ഗാന്ധിയനായി ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ അമ്പലമേട് ഗോപി. അദ്ദേഹം നോവലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ 2 നോവലുകൾ, വൈ ഗാന്ധി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രൗഢമായ പുസ്തകം, പിന്നെ വലിയൊരു വാള്യം 3-4 വാള്യത്തിലേക്ക് ഗാന്ധിയെ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് അദ്ദേഹം ഇവിടുന്ന് വിട്ടുപോയത്. ശ്രീ അമ്പലമേട് ഗോപിയെ ഞാൻ സ്മരിക്കുകയാണ്, നിങ്ങളെ പോലും പരിചയപ്പെടുത്തുകയാണ്. ഒരു പക്ഷെ എല്ലാവരും അറിയില്ലായിരിക്കും. അപ്പോൾ അറിയപ്പെടാത്ത ആളുകളെയാണ് നമുക്ക്, പ്രകാശഗോപുരങ്ങളായി നിൽക്കുന്ന ആളുകളെ പരിചയപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ശ്രീ VM.K. രാമൻ. അദ്ദേഹത്തിന് സമയത്തിന്റെ നിഷ്ഠ പാലിക്കുന്ന ഗാന്ധി മാർഗ പ്രവർത്തകരിലെ അതുല്യനായ ഒരു വ്യക്തിയാണ്. അപകടത്തിലാണ് അദ്ദേഹം മരിച്ചുപോയത്. അപ്പൊ ഈ 3 വ്യക്തികളെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ കവിത അരങ്ങേറുന്നത്. പ്രിയമുള്ളവരെ, ഇവരെ സ്മരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണ ഈ കാലത്തെക്കുറിച്ച് അവര് ഒരു സാധാരണ മനുഷ്യനോട് ഇന്നത്തെ കാലത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ പറയും കഷ്ടകാലം എന്ന് പറയും. കുറച്ചുകൂടി ഒരു മതചിന്തകളൊക്കെ ഉള്ള ആളുകളോട് ചോദിച്ചാൽ പറയും കലികാലം എന്ന് പറയും. ഇത് നമ്മുടെ ഒരു സങ്കീർത്തനം പോലെ നോവൽ എഴുതിയ പെരുമ്പടം ശ്രീധരനോട് ചോദിച്ചാൽ പറയും എന്താ പറയാ, ആർത്തിയുടെ ഉത്സവമാണ് എന്ന് പറയും. ആർത്തിയുടെ, ആസക്തിയുടെ ഉത്സവകാലം എന്ന് പറയും. ഒന്നും കൂടി അദ്ദേഹത്തോട് ഒന്നുകൂടി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയും കഴുകൻ താഴ്ന്നു പറക്കുന്ന കാലം എന്ന്. ഇത് വിമർശന സാഹിത്യകാരനായിട്ടുള്ള M. തോമസ് മാത്യു ആണ് സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹം ഈ കാലത്തെ നിർവചിക്കുന്നത് മഴയ്ക്ക് തീ പിടിക്കുന്ന കാലം എന്ന്. മഴയ്ക്ക് തീ പിടിക്കുന്ന കാലം. അപ്പൊ ഈ കാലത്തെ ഇങ്ങനെ നിർവചിക്കുകയാണ്. P.P. രാമൻ ഒരു കവിത നമ്മൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ആരോടാണ് കൂടുതൽ ഇഷ്ടം? എന്നോട്.
അത് കഴിഞ്ഞാലോ? അതങ്ങനെ കഴിയുന്നില്ലല്ലോ. കവിത തീർന്നു. നിങ്ങൾക്ക് ആരോടാണ് കൂടുതൽ ഇഷ്ടം? എന്നോട്. അത് കഴിഞ്ഞാലോ? അതങ്ങനെ കഴിയുന്നില്ലല്ലോ. എന്ന് വെച്ചാൽ എൻ്റെ കുട്ടി, എൻ്റെ ചട്ടി, എൻ്റെ പട്ടി, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ പാർട്ടി, എൻ്റെ എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഇത്തരം ഒരു കാലഘട്ടത്തിലാണ് ഈ മൂന്ന് വ്യക്തികള് അവര് വളരെ മനോഹരമായ ഒരു ജീവിതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. ആസക്തിയിൽ നിന്ന് മാറി നിന്നു, തന്നാലാവുന്ന വിധത്തില് നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയ മൂന്ന് വ്യക്തികൾ. അപ്പൊ അവിടെയാണ് ഇന്ന് ഏതെങ്കിലും ഒരു 5 രൂപയുടെ 10 രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ ധാരാളം അവാർഡ് അവർക്ക് കിട്ടുമായി. ഏത് പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് പറയണമെന്നില്ല. അവരവരുടെ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ ഇപ്പൊ നടക്കുന്നത്. എൻ്റെ പാർട്ടി, എൻ്റെ ആളുകള് എന്ന് പറയുന്നത്. അപ്പൊ അവാർഡിന് പുറകെ പോയ ആളുകളല്ല, പ്രശസ്തിക്ക് വേണ്ടി പോയ ആളുകളല്ല, പത്രത്തിൽ നിറഞ്ഞു നിൽക്കണമെന്ന് പറഞ്ഞു പോയ ആളുകളല്ല. അപ്പൊ നന്മയുടെ തീനാളങ്ങളായി ജ്വലിച്ച ആളുകളെ അവര് സ്മരണ പുതുക്കേണ്ടത് സംസ്കാര ചിത്തരെന്ന് പറയുന്ന നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ കവിയരങ്ങ്? എന്തിനാണ്? നമുക്ക് കവികളാണ് ഈ വരാനിരിക്കുന്ന കാലത്തെ കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ. അവരൊരു പ്രവാചക ദൗത്യമുള്ളവരാണ്. അവരുടെ ഉള്ളില് ഇന്ന് നടക്കുന്ന തിന്മകളെ കുറിച്ചുള്ള വേദനയും അമർഷവും സങ്കടവും എല്ലാം ചേർത്ത് വെച്ച് അവര് ജനത്തോട് വിളിച്ചു പോവുകയാണ്. അപ്പൊ കവികള് ഈ ഒരു പ്രവാചക ദൗത്യം നിർവഹിക്കുന്നവരാണ്. അവരൊരു കൂട്ടായ്മ ഉണ്ടാകുന്നത് അവർക്ക് തന്നെ ആവേശം ഉണ്ടാകും. ഇപ്പോ യുദ്ധത്തിനെതിരെ ധാരാളം കവിത ഇതിൽ തന്നെ നമുക്കറിയാം, കൂട്ടത്തിൽ അറിയാം. മുൻപ് സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ അവാർഡ് കിട്ടുകയാണം എന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന ആളുകൾ അതെല്ലാ കാലത്തും എല്ലായിടത്തും ഉണ്ട്. ആ അപജയമല്ല, അവരുടെ നന്മയെ ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ കവികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കും. ഈ കവിത എഴുതിയിട്ട് ഇപ്പൊ എന്താ കാര്യം എന്ന് ഞാൻ ഒരു വരി നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആരംഭിക്കും. അക്കിത്തം എഴുതിയ ഒരു കവിതയുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഈ കവിതയൊക്കെ എഴുതുന്നതെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ച് പ്രവാചക ദൗത്യം നിർവഹിക്കലാണ്. അപ്പൊ അത് ഇപ്പൊ തന്നെ ഞങ്ങളുടെ വിപ്ലവം ഉണ്ടാവോ, ഇപ്പൊ തന്നെ ഞാൻ ഒരു കവിത എഴുതിയുണ്ട്, ഇപ്പൊ തന്നെ നാട് നന്നാവോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവിടെ ഒരു മറുപടി നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അക്കിത്തം അദ്ദേഹത്തിന്റെ കവിതയിൽ ഒന്നുലഞ്ഞാൽ മതി എന്നുള്ളൊരു കവിതയാണ്. ആ കവിതയിലെ ഒരു 3 വരി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാണാതെ പറയണമെന്ന് ചോദിച്ചാൽ പക്ഷെ പെട്ടെന്ന് മറന്നുപോയി. അപ്പൊ ഞാനൊന്ന് കുറിച്ച് വെച്ചു. നേരിൽ ഈ വല വീഴുകവേ ഒന്നുലയാതിരിക്കില്ല അലകടൽ, ഒന്നുലഞ്ഞാൽ ജയിച്ചു ഞാൻ. നേരിൽ ഈ വല വീഴുകവേ ഒന്നുലയാതിരിക്കില്ല അലകടൽ, ഒന്നുലഞ്ഞാൽ ജയിച്ചു ഞാൻ. അപ്പൊ ഈ കവിതയിലെ മുക്കുവൻ പതിവ് മുക്കുവനല്ല. അദ്ദേഹം വലയെറിയുകയാണ്, വലിയ കടലിലേക്ക് ഈ വല വീശിയെറിയുകയാണ്. അദ്ദേഹം വലിയ മീൻ കിട്ടണമെന്നോ മുത്തും പവിഴവും കിട്ടണമെന്നോ അല്ലാതെ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ഒറ്റ ആഗ്രഹം മാത്രം മതി, ഒന്നുലഞ്ഞാൽ മതി. ഈ വല വീഴുമ്പോൾ കടലൊന്ന് ഉലയും, അത് മതി. ഒന്നുലഞ്ഞാൽ മതി, ജയിപ്പൂ ഞാൻ. അങ്ങനെ ഒരു ഉലച്ചിലാണ്. അപ്പൊ കവിത എഴുതി കഴിഞ്ഞാൽ ഒന്നുലഞ്ഞാൽ മതി. ഈ നാട് മുഴുവനും കേൾക്കണമെന്ന് നിർബന്ധമില്ല. ഒരു ഉലച്ചില്, ആ ഉലച്ചിലുണ്ടാക്കാനുള്ള അവന്റെ ഒരു തപസ്യ, അതിനൊന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കവിയരങ്ങം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ സമൂഹ നന്മയ്ക്കായി നമ്മളേവരും ഒത്തു ചേർന്ന് പോകണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഗാന്ധി വിചാരധാര എന്ന് പറയുന്ന സംഘടന 25 വർഷം മുൻപ് ആരംഭിച്ചതാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് ഉദ്ഘാടനം ചെയ്ത ഒരു പ്രസ്ഥാനമാണ്.
വലിയൊരു കാര്യം 17 വർഷമായി ഗാന്ധി കലോത്സവം നടത്തുന്നു. ഗാന്ധി എല്ലാ മൂല്യങ്ങളുടെയും ഏറ്റവും അടുത്തെത്താവുന്ന ഒരു വ്യക്തിയാണ് ഗാന്ധി. അപ്പോൾ ഗാന്ധിയെ പരിചയപ്പെടുത്തുന്ന ഒരു വലിയൊരു പ്രോസസ്സാണ് ഈ ഗാന്ധി കലോത്സവം. ഗാന്ധി കലോത്സവം ഇതിനോടകം തന്നെ ഒരു 10,000 കുട്ടികൾ അതിലൂടെ കടന്നുപോയിട്ടുണ്ട്. കഥകളിലൂടെ, കവിതകളിലൂടെ, നാടകത്തിലൂടെ, ദേശഭക്തി ഗാനത്തിലൂടെ, ഉപന്യാസ രചനയിലൂടെ, പ്രസംഗ മത്സരത്തിലൂടെ, ഗാന്ധി ക്വിസിലൂടെ കടന്നുപോയിട്ടുണ്ട്. 200ഓളം വിദ്യാലയങ്ങളുടെ പങ്കാളിത്തം അതിന് കിട്ടിയിട്ടുണ്ട്. 6 സബ് ജില്ലകളുടെ ഒരു ഒരു പ്രചരണവും സഹായവും അതിന് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഇതിനോടകം തന്നെ 14 പേർക്ക് ഗാന്ധി വിചാരധാര അവാർഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു അവാർഡ് ബാബാപ്പു പുരസ്കാരമാണ്. ബാബാപ്പു പുരസ്കാരം സംസ്ഥാനത്ത് ത്യാഗോജ്ജലമായ ഗാന്ധി മാർഗ പ്രവർത്തകന് കൊടുക്കുന്ന അവാർഡാണ് ബാബാപ്പു പുരസ്കാരം. ബാപ്പുവിൻ്റെയും നമ്മുടെ അദ്ദേഹത്തിന്റെ കസ്തൂർബയുടെയും പേരിലാണ് ബാബാപ്പു എന്ന് പറയുന്നത്. മറ്റൊന്ന് ഗാന്ധി പുരസ്കാരം. ഗാന്ധി പുരസ്കാരം കിട്ടിയ 3 വ്യക്തികൾ കൂടെ ഉണ്ട്. ഒന്ന് സ്നേഹേന്ദ്രൻ ഏഴിക്കര, കലാ സാംസ്കാരിക രംഗത്ത് തനതായ വ്യക്തിത്വം പുലർത്തിയിട്ടുള്ള വ്യക്തിയാണ് സ്നേഹേന്ദ്രൻ. ഗാന്ധി പുരസ്കാരം കിട്ടിയാണ്. ദളിതുകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശ്രീ ബാഹുലേന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. ഓട്ടംതുള്ളൽ കലാകാരനായിട്ടുള്ള ശ്രീ രാഘവൻ അയ്യമ്പള്ളിക്ക് ഗാന്ധി പുരസ്കാരം കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ പുരസ്കാരങ്ങൾ കൊടുക്കുന്ന പ്രവർത്തനമുണ്ട്. പിന്നെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ സമൂഹത്തിലുണ്ടാകുന്ന സർക്കാർ തെറ്റായ നയങ്ങൾ സ്വീകരിക്കുമ്പോൾ അവയെ ചെറുത്തു നിൽക്കാനുള്ള ജനങ്ങളെ പ്രാപ്തമാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതാണ് ഗാന്ധി വിചാരധാരയുടെ പ്രവർത്തനങ്ങൾ. ഒരിക്കൽ കൂടി നിങ്ങൾ വന്നതിനുള്ള നന്ദി ആദ്യമേ തന്നെ ഇതിൻ്റെ എളിയ പ്രവർത്തന നിലയിൽ അർപ്പിച്ചുകൊണ്ട് വിനയപുരസ്സരം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.